പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് വൈരം ശക്തമായ ഒരു സമയത്താണ് കണ്ണൂരിൽ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. എ ഗ്രൂപ്പുകാരനായ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണയൊന്നും കോൺഗ്രസിൽ ഐ ഗ്രൂപ്പുകാർ നേരത്തെ നൽകി പോന്നിരുന്നില്ല. ഈ സംഭവത്തോടുകൂടി വലിയ പ്രതിരോധങ്ങളും വലിയ പിന്തുണയും ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല എൻ്റെ സ്റ്റാൻസ്. ഞാനൊരു പൊളിറ്റീഷ്യനാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് എൻ്റെ പാർട്ടിയാണ് വലുത്. ചുമരുടക്കാൻ ഞാനില്ല. ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ സാധിക്കൂ എന്ന നല്ല അറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്കും ഞാനില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് ഇതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി കുറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താൻ എന്നാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഒറ്റപ്പെട്ട നേതാവായിരുന്നു എന്ന് പറയാനുള്ള വിവരക്കേട് പിണറായി വിജയൻ അല്ലാതെ മറ്റാരെങ്കിലും കാണിക്കുമോ? ചെല്ലുന്നിടത്തും പോകുന്നിടത്തും ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഉമ്മൻചാണ്ടി ഇവിടെ ഒറ്റപ്പെട്ട നേതാവാണ് എന്ന് പറയാനുള്ള അബദ്ധവശാൽ പറയാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ അത് പിണറായി വിജയനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കൊന്നും മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഗുണഭോക്താക്കൾ ആര് എന്ന് ഗുണഭോക്താക്കൾ ഉമ്മൻചാണ്ടിയാണ് ഗുണഭോക്താവ് എന്ന് ശ്രീ പിണറായി വിജയൻ തീരുമാനിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നിനൊന്നിന് പിറകെ ഒന്നായി പൊളിഞ്ഞു വരികയാണ്. സോളാർ കേസിലും കടകംപള്ളി ഭൂമി വിവാദത്തിലുമെല്ലാം സർക്കാരിന്റെ വാദങ്ങൾ, സർക്കാർ മുന്നോട്ട് വെക്കുന്ന വിശദീകരണങ്ങളെല്ലാം തൃപ്തികരമാണെന്ന അഭിപ്രായം ഐ ഗ്രൂപ്പിനുണ്ടോ? പലപ്പോഴും സത്യം മനസ്സിലേക്ക് കടന്നു വരാൻ ഇത്തിരി സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോൾ ഓരോ സമയത്തും എത്രയോ കേസുകളുണ്ട് നമ്മുടെ മുമ്പിൽ. ആദ്യം കേൾക്കുമ്പോൾ അത് വളരെ ഭീകരമാണെന്ന് തോന്നും. പക്ഷേ അതിന്റെ ചുരുളടിഞ്ഞ് വരുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ എത്രയോ രാഷ്ട്രീയ കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നായിട്ടേ ഞാൻ സോളാർ കേസിനെ കാണുന്നുള്ളൂ. ഒരു കാര്യം ഓർക്കുക, സോളാർ കേസിന്റെ അകത്ത് എന്താ കേസ് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. സർക്കാരിനോ സംസ്ഥാനത്തിനോ 5 രൂപ നഷ്ടമില്ലാത്ത ഒരു കേസ്. ഒരു സ്വകാര്യ 2 വ്യക്തികൾ ഈ രാജ്യത്തെ കുറെ പൈസക്കാരെ പറ്റിച്ച കേസ്. അതിനപ്പുറത്ത് ആ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, ഇവിടെ ഇടതുപക്ഷം ഉണ്ടാക്കി വെക്കുന്ന ഒരു നുണക്കഥയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അലിഗേഷൻസിന്റെ, രാഷ്ട്രീയ ആരോപണത്തിന്റെ പുകമറ കൊണ്ടുണ്ടാക്കുന്ന പ്രാധാന്യം മാത്രമാണ്. അങ്ങനെ പറയുവാൻ സാധിക്കുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗങ്ങൾക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്നതുകൊണ്ടല്ലേ ജോപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യേണ്ടി വന്നത്? അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ മുമ്പിൽ എത്രയോ ആളുകൾ കടന്നു വരാറില്ലേ? എൻ്റെ ഓഫീസിൽ, എൻ്റെ വീട്ടിൽ എത്രയോ ആൾ എന്നെ കാണാൻ വരുന്നുണ്ട്. ബന്ധങ്ങൾ ഉണ്ടാവാം. ആ ബന്ധമുള്ളവർ നടത്തുന്ന എല്ലാ തെറ്റായ നടപടികൾക്കും ഞങ്ങൾക്ക് ബാധ്യത പറയാൻ പറ്റുമോ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും ഭരണത്തിന്റെയും ഒരു മുഖമാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ അക്കാര്യങ്ങളിൽ അദ്ദേഹം കുറെ കൂടെ കരുതൽ സ്വീകരിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്, സൂക്ഷിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോരാളിന്റെ പ്രവർത്തന ശൈലിയാണത് മാറ്റാൻ വളരെ പ്രയാസമുണ്ട്. എന്തൊക്കെ ആരോ ഒന്ന് കഴിഞ്ഞ ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ശൈലി മാറണമെന്ന അഭിപ്രായമുണ്ടോ? മാറ്റാൻ അത്ര എളുപ്പമല്ല. ആർക്കും പഠിച്ച ശീലം മാറ്റാൻ എളുപ്പമല്ല. അത്രേ ഞാൻ പറഞ്ഞു. പിന്നെ ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത, ഉമ്മൻചാണ്ടിയുടെ സ്റ്റൈലും ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രവർത്തന സ്റ്റൈല് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത. എൻ്റെ സ്റ്റൈലാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് എൻ്റെ പ്രത്യേകത. അത് മാറ്റുക എന്ന് പറയുമ്പോൾ ഞാനല്ലാതാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോളാർ കേസിൽ ശ്രീധരൻ നായരുടെ 164 സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു, കുറ്റപത്രവും പുറത്തു വന്നു. ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ വാസ്തവമല്ലേ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ഘട്ടം കൂടിയല്ലേ ഇത്? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചോദിച്ചാൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു തരം വലിയ ബിഗ് ഫ്രോഡാണ് ശ്രീധരൻ നായർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഏറ്റവും ക്രീമായി നിൽക്കുന്ന ഒരു പോയിന്റ്, മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാശ് കൊടുത്തത് എന്നാണ്. എന്താ അതിന്റെ വസ്തുത? മുഖ്യമന്ത്രിയെ കാണുന്നത് 9-ാം തീയതി. അതിന് മുമ്പത്തെ മാസം തന്നെ അദ്ദേഹം ചെക്ക് വാങ്ങി. 30-ാം തീയതി അതിനകത്ത് ചെക്ക് ക്യാഷാക്കി. അതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞാണ് കാശ് കൊടുത്തത് എന്ന് പറയുന്നൊരു മനുഷ്യന്റെ പ്രസ്താവനയെ മുഖവിലക്കെടുത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇതുപോലെ പ്രതിക്കൂട്ടിൽ കേട്ടുന്നത് ഒരു മര്യാദയാണോ? മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് ഇടതുമുന്നണി അറിയിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് ഭേദമന്യേ രാഷ്ട്രീയമായൊരു പിന്തുണ മുഖ്യമന്ത്രിക്ക് നൽകാൻ കോൺഗ്രസിനാകുമോ? ഇപ്പോഴും നൽകുന്നുണ്ടല്ലോ. അതിന് തെളിവല്ലേ എൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ്? അതിന്റെ തെളിവല്ലേ KPC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ്? ഞങ്ങൾ ശക്തമായി, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, മുഖ്യമന്ത്രിയെ ചങ്ങലക്കിടുക ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യമാണ്. ഇടതുപക്ഷ UDF വന്നതിന് ശേഷം അവർ നടത്തിയ ഒരു സമരവും ഈ സംസ്ഥാനത്ത് ക്ലച്ച് പിടിച്ചിട്ടില്ല. ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ മുമ്പിലും മുഖ്യമന്ത്രി തലകുനിച്ചിട്ടില്ല.
അപ്പോൾ ഒന്നിനും വഴങ്ങാത്ത, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത, ഒരു വിട്ടുവീഴ്ചക്കും വഴങ്ങാത്ത, സ്വന്തം നിലപാടിൽ മാറ്റമില്ലാതെ കർക്കശ ബുദ്ധിയാ മുമ്പോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ഭീഷണിയാണ്. അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് ഭീഷണിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ തടയിടുക ഇനി ഒറ്റ മാർഗമേ അവരെ മുമ്പിലുള്ളൂ. ജീവന് അല്ലെങ്കിൽ ശരീരത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനി പറ്റുമെന്ന് പറയുമ്പോൾ സിത്തിരി കുടുംബക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഉദ്യോഗസ്ഥന്മാർ പിറകോട്ട് പോകാൻ പറയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ചില ആസൂത്രിതമായ നീക്കങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് CPM ആരോപിക്കുന്നത്. അതിന് പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാറിൽ അദ്ദേഹത്തിന്റെ ഗൺമാൻ പിറകു സീറ്റിലായിരുന്നു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ T. സിദ്ദിഖാണ് മുൻ സീറ്റിലുണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ആ സംഭവ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി വരേണ്ടിയിരുന്നത്. ഇപ്പൊ ഇത് പറയുന്നത് കേട്ടാൽ സിദ്ദിഖ് ആ കാറിന്റെ മുൻപിൽ ഇരുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് ആക്രമിച്ചത് എന്ന് തോന്നിപ്പോകും. ആക്രമിക്കാൻ നിന്നവർ എന്തായാലും ആക്രമിക്കും. അത് ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് പുറത്തിറങ്ങാൻ പറ്റൂ. ആ സമയത്ത് ആരുണ്ടായിട്ട് എന്താ കാര്യം? അതൊരു കുറ്റമാണ്. ചോദിച്ചാൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാ. ഒരു പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു സംസ്ഥാന നേതാവ് കൂടെ വരുമ്പോൾ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങളും പലപ്പോഴും ഗവൺമെന്റ്മാരെ വേക്കിലിരുത്തിയിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും ഇരുത്താറുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ കുറ്റമാണ്. ഇന്നിപ്പോൾ സംഭവം ഉണ്ടായതുകൊണ്ട് അതൊരു സുരക്ഷാ വീഴ്ചയുടെ ഒരു ഭാഗമായി വിമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ചോദ്യം, ഇനി അത് സിദ്ധിക്കില്ല, അവിടെ ഇരിക്കുന്നത് ഗവൺമെന്റ് രവിയാണ് എങ്കിൽ ഈ കല്ലെറി വരൂലേ? CPMന്റെ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം നൽകുന്ന ഒരു പാർട്ടിയാണ് കണ്ണൂരിലെ കോൺഗ്രസ്. രാഷ്ട്രീയമായൊരു പിന്തുണ ഈ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകാൻ കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയില്ലേ? അങ്ങനെ കഴിയുമായിരുന്നില്ലേ? അല്ല, ഞങ്ങൾക്കതിന്റെ ആവശ്യം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നുവെങ്കിൽ നിശ്ചയമായി ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. ഞാൻ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇവിടുത്തെ പാർട്ടിക്കാരെയും കൂട്ടി പോകാൻ ഇറങ്ങിയതാണ്. പക്ഷേ എന്നെ പലരും നിയന്ത്രിച്ചു. മാത്രമല്ല, അപ്പോൾ സിദ്ദിഖ് തിരിച്ച് സതീശൻ പാച്ചേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ആരും വരണ്ട, ഞങ്ങൾ ഇവിടെ സേഫാണ്, ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ പോകും. ഞാൻ ചോദിക്കുന്ന MBR ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? MBR കൂത്തുവൻ വെടിവെപ്പ് കഴിഞ്ഞപ്പോൾ MV രാഘവനെ ഈ കണ്ണൂരിന്റെ മണ്ണിൽ കാല് കുത്തിക്കൂല എന്ന് ഈ പിണറായി വിജയൻ ഇവിടെ മീൻപിളക്കി പ്രസംഗിച്ചിട്ടില്ലേ? നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് MV രാഘവനെ കൊണ്ടാന്ന് കണ്ണൂരിൽ പ്രസംഗിപ്പിച്ചിട്ടില്ലേ? ഇവിടെ കാല് കുത്താൻ അനുവദിക്കൂല എന്ന് പറയുന്ന കണ്ണൂരിന്റെ മണ്ണിൽ MV രാഘവൻ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? ആ ജീവിക്കുന്നതൊക്കെ ഇവന്റെ ഔദാര്യത്തിനാണോ? CPMന്റെ ഔദാര്യത്തിനാണോ? CPMന്റെ ഏത് വെല്ലുവിളിയും ആത്മധൈര്യത്തോടുകൂടി എതിരിടാനുള്ള കരുത്ത് ഇവിടുത്തെ കോൺഗ്രസിനും UDFനും ഉണ്ട്. ഈ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വീണ്ടും കണ്ണൂരിലെത്തുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു പിന്തുണ മുഖ്യമന്ത്രിക്ക് അന്നുണ്ടാവുമോ? നിശ്ചയമായി ഉണ്ടാകും. കോൺഗ്രസിന്റെ അപാലവൃദ്ധ പ്രവർത്തകന്മാരുടെ സാന്നിധ്യം അന്ന് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. സംരക്ഷണം പാർട്ടി പോലീസിന്റെ എന്ത് വാക്വം വന്നാലും അത് നികത്താൻ കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാകും. ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിച്ചു എന്ന് K. സുധാകരൻ പറയുന്നു. അങ്ങനെയെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇതൊരു ചർച്ചയ്ക്കിടാൻ K. സുധാകരൻ മുൻകൈ എടുക്കുമോ? നിശ്ചയമായും പാർട്ടിയുടെ ഔദ്യോഗിക വേദിയിൽ ഇത് ഞാൻ സീരിയസ് ആയ ചർച്ചയ്ക്ക് ഞാൻ വേദി ഒരുക്കും. ആഭ്യന്തരമന്ത്രിയോട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ വേണം ചർച്ച ചെയ്യാൻ. ഞാൻ അതിന് തയ്യാറാണ്. മറിച്ചൊരു ആരോപണം വരുന്നത് വള്ളപട്ടണം സംഭവത്തിൽ ഉൾപ്പെടെ K. സുധാകരന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടുള്ള വ്യക്തിപരമായ ചില വിരോധങ്ങൾ അവസരം കിട്ടിയപ്പോൾ എടുത്തുപയോഗിക്കുന്നു എന്നാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? വെള്ളപട്ടണം സ്റ്റേഷനിലെ കേസ് എന്താ? ഞാൻ പറഞ്ഞതാണ്, കോൺഗ്രസിന്റെ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് പോലും പോലീസ് സ്റ്റേഷനിൽ പോയിക്കൂടാ എന്നതായിരുന്നു സാഹചര്യം. ഞാൻ പൂഴിക്കാരനെ സംരക്ഷിക്കാനല്ല പോയത്, രാകേഷും പൂഴിക്കാരനെ രക്ഷിക്കാനല്ല പോയത്. രാകേഷ് പോയത് പൂഴി കടത്തിയ 2 ചെറുപ്പക്കാരെ പോലീസ് പിടിച്ച് തല്ലി, വസ്ത്രം വിവസ്ത്രരാക്കി ഷഡ്ഡിയിൽ ലോക്കപ്പിൽ നിർത്തി ലോക്കപ്പ് അടച്ചു. അത് അന്വേഷിക്കാൻ പോയതാ രാകേഷ്. കാരണം മനുഷ്യാവകാശ ലംഘനമാണ് ആ പോലീസ് ലോക്കപ്പിൽ നടന്നത്. അത് അന്വേഷിക്കാൻ പോയ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ അടിച്ച് ചവിട്ടിക്കൂട്ടി ലോക്കപ്പിലിട്ടാൽ അത് ചോദിക്കാൻ ഞാൻ പോയാൽ തെറ്റ്? ഞാൻ ഒരു കാര്യം പറയുന്നു, ഞാൻ എന്നും എൻ്റെ പാർട്ടി പ്രവർത്തകന്റെ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്നവനാണ്. എൻ്റെ ജീവനേക്കാളേറെ എൻ്റെ ജീവൻ ഈ കണ്ണൂർ ജില്ലയുടെ ഈ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എനിക്ക് സംരക്ഷണം നൽകുന്നത് എൻ്റെ പാർട്ടി പ്രവർത്തകരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത എന്റെ ബാധ്യതയാണ്. അതായത് K. സുധാകരൻ MPക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയോട് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. ഒരു വിരോധവും ഇല്ല. എന്ത് വിരോധം? ഞാൻ അദ്ദേഹത്തോട് എത്ര സ്നേഹമസനമായിട്ടാണ് ശേഷം നിന്ന് പെരുമാറിയത്. ഞാൻ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ലേ? അദ്ദേഹവും ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ലേ? അതിൻ്റെ അകത്തൊന്നും എനിക്ക് യാതൊരു വൈരാഗ്യവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോഴും ഞാൻ പറയുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിവുള്ള മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം അന്ധമായി കഴിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കുന്നു, കഴിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കുന്നു. ഈ പോലീസിന്റെ അകത്തുള്ള ഏറ്റവും വലിയ ദൗർബല്യം പൊളിറ്റിക്കൽ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷന്റെ പരിണിത ഫലത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ അദ്ദേഹം 1000 പോലീസിനെ അയച്ചു എന്ന് പറയുമ്പോൾ 1000 പോലീസും സക്രിയമാണെന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ സക്രിയമല്ല എന്ന അനുഭവത്തിലൂടെ അദ്ദേഹം കണ്ടിട്ടും അതിനെ ന്യായീകരിക്കുന്നിടത്താണ് എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പ്. ഇതൊരു ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രിക്കെതിരെ നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടെ ഒരു 2 പ്രവർത്തകരോ 3 പ്രവർത്തകരോ കല്ലെറിഞ്ഞ ഒരു ചെറിയ സംഭവമായി കണ്ടുകൂടെ ഇതിനെ? അവിടെ നേതാക്കന്മാരില്ലാത്ത ഒരു സമരവേദിയായിരുന്നുവെങ്കിൽ ഞാനിത് പറയില്ല. ഉത്തരവാദിത്വമുള്ള 2 MLA മാർ, ശ്രീമതി ടീച്ചറെ പോലത്തെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ നേതാവ് MV ജയരാജൻ, ഇത്രയും നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ആയുധമെടുത്ത് നിൽക്കുന്നത് എങ്ങനെയുണ്ടായി? പ്രതിഷേധിക്കാൻ കരിങ്കൊടി കയ്യിലേന്തേണ്ടവർ ഇരുമ്പുപടിയും കുറുപടിയും കല്ലും കയ്യിലെത്തുമ്പോൾ എന്തുകൊണ്ട് നേതൃത്വം അവരെ നിയന്ത്രിച്ചില്ല? കണ്ണൂർ ജില്ലയെ, കണ്ണൂർ നഗരത്തിന്റെ അകത്ത് 1000 പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ CPM കണ്ണൂർ ജില്ലയിൽ നിന്ന് മൊത്തം ആളുകളെ സെലക്ട് ചെയ്യണോ? ഈ കണ്ണൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ CPM-ന് 1000 ആളെ ഉണ്ടാക്കാൻ ഇവിടെ ഒരു കോൾ മതി അവർക്ക് 1000 ആള് വരാൻ. അങ്ങനെ 1000 ആളെ സംഘടിപ്പിക്കാൻ പറ്റാവുന്നിടത്ത് എന്തിനാണ് കണ്ണൂർ ജില്ലയിലെ ഉടനീളം ഗ്രാമങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകൾ എന്തിനു വന്നു? അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ഈ പറയുന്ന സാഹചര്യ തെളിവുകളാണ്. അതായത് CPM-ന്റെ എല്ലാ ആരോപണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ശക്തമായ പിന്തുണ നൽകാൻ തലയെടുപ്പോടെ K. സുധാകരൻ കണ്ണൂരിലുണ്ടാകും. ഉറപ്പായിട്ടുണ്ടാകും. കോൺഗ്രസ് ഉള്ള കാലത്തോളം ഞാനുണ്ട്.